ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2120-ാം ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം വിഭാഗത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ് മലയാളം വിഭാഗത്തിൽ നിന്ന് നടക്കുന്നത്. മലയാളം യോഗ ജൂൺ 21 യോഗാ ദിനമായി വർഷങ്ങളായി ആചരിച്ചു വരുന്നു. നമുക്കിന്ന് വിശേഷാൽ പരിപാടിയായി ആഘോഷിക്കാൻ കഴിഞ്ഞു. അതില് IFPH പ്ലാറ്റ്ഫോമിൽ ഇന്ന് നമ്മോടൊപ്പം വിശിഷ്ട അതിഥികളായി ഹോമിയോപ്പതിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായി വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയദർശിനി മാഡം എത്തിയിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ രഘുരാജനും എത്തിയിട്ടുണ്ട്. ഹോമിയോപ്പതിയുടെ വീക്ഷണത്തിൽ, യോഗ ഹോമിയോപ്പതിയുടെ വീക്ഷണത്തിൽ എന്ന പ്രത്യേക പ്രഭാഷണം നടത്തുവാനാണ് ഡോക്ടർ എത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ഈ വിശേഷാൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്വാഗതം പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ കർത്തവ്യം. എന്തായാലും ഞാൻ അതുകൂടി ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ഡോക്ടർ പ്രിയദർശിനി മാഡമാണ്. മാഡം അനേക വർഷത്തെ പരിചയം എനിക്ക് പ്രിയദർശിനി മാഡവുമായിട്ടുണ്ട്. മാഡം കൊല്ലം ജില്ലയിൽ എൻ്റെ DMO കൂടിയായിരുന്നു. ഇന്ന് ഹോമിയോപ്പതി വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ജോലി നോക്കി വരുന്നു. മാഡത്തിനെ ഒന്നുകൂടെ കാണുവാനുള്ള ഒരു അവസരമാണ് എന്തായാലും ഇതുവഴി എനിക്ക് കിട്ടിയത്. അതിന് മനോജ് ഡോക്ടറോട് ഞാൻ നന്ദി കൂടി പറയുകയാണ്. വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ മാഡത്തിനെ ഇന്ന് ഈ തിരക്കിനിടയിലും നമ്മുടെ ഈ യോഗാദിന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി മാഡം എത്തിയിട്ടുണ്ട്. മാഡത്തിനെ ഒരുപാട് സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ വിശേഷാൽ പ്രോഗ്രാം യോഗ ഹോമിയോപ്പതിയുടെ വീക്ഷണത്തിൽ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുവാനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ രഘുരാജൻ ആണ്. ഡോക്ടറും തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വർക്ക് ചെയ്യുന്നു. കൂടാതെ തന്നെ ഡോക്ടറുടെ വൈഫ് ഈയിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എൻ്റെ മകളും അവര് രണ്ടുപേരും ഒരു ബൂത്തിലാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ജോലി ചെയ്തത്. ഡോക്ടർ അങ്ങനെ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഡോക്ടറാണ് ഇന്നിപ്പോ ഈ പ്രഭാഷണം നടത്തുവാനായി എത്തി. വളരെ സന്തോഷപൂർവ്വവും സ്നേഹപൂർവ്വവും ഡോക്ടറെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഈ പ്രോഗ്രാമിൽ നന്ദി പറയുവാനായി എത്തുന്നത് നമ്മുടെ റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ മറിയാമ്മ ജോണാണ്. ഡോക്ടർ മറിയാമ്മ ജോണിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മനോജ് ഡോക്ടറാണ് ഇന്നത്തെ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്നത്. കണക്ഷൻ റെഡിയായെങ്കിൽ ഡോക്ടറെയും വളരെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള ബഹുമാന്യരായ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്നേഹികൾ, സ്റ്റുഡൻസ് എല്ലാവരെയും തന്നെ വളരെ സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശൈല ഡോക്ടറെ. ഒരു ചെറിയ നെറ്റ് പ്രോബ്ലം അല്ല, ടെക്നിക്കൽ പ്രോബ്ലം വന്നപ്പോൾ സിസ്റ്റം കമ്പ്യൂട്ടറിൽ മാറേണ്ടി വന്നു. എന്തായാലും ഭാഗ്യത്തിന് എല്ലാം റെഡിയായി. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങാണ്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഡൈനമിക് ആയ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രിയദർശിനെ ആദരപൂർവ്വം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ആദ്യമായി IFPHന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ച് മനോജ് ഡോക്ടർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നേരത്തെ ശൈല ഡോക്ടർ പറഞ്ഞതുപോലെ ശൈല ഡോക്ടറെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ രഘുരാജ് ഡോക്ടർ ഉണ്ടെന്നറിയാം. എല്ലാവരെയും ഒന്ന് സൂം പ്ലാറ്റ്ഫോമിലെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ്. നേരത്തെ ശൈല ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ 2120ാമത്തെ ഡേ ആണ് ഇന്നത്തെ IFPHന്റെ പ്രോഗ്രാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനോജ് ഡോക്ടർക്ക് അറിയാം, സാധാരണ ഞാൻ ഇതിൽ കയറാറില്ല. പലപ്പോഴും എന്നെ വിളിച്ചിട്ടുള്ളപ്പോഴൊക്കെ ഈ രാത്രി 9:30 മുതൽ 10:30 വരെ ഇരിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പലപ്പോഴും ഒഴിവാകാറാണുള്ളത്. അപ്പൊ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് എനിക്കിത് സന്തോഷപൂർവ്വം ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വളരെ സന്തോഷം ഇന്ന് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്. നമ്മൾക്കെല്ലാം അറിയാം, ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. ജൂൺ 21 എല്ലാ വർഷവും അത് ആഘോഷിക്കുന്നത്.
2015 മുതലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. അത് യോഗയുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ അവയർനെസ്സിനെ കുറിച്ച് ലോകത്തിൽ മുഴുവൻ അത് എത്തിക്കുക എന്നുള്ളൊരു എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അന്താരാഷ്ട്ര യോഗാ ദിനം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് 2015 മുതൽ ഇത് നടപ്പിലാക്കി വരുന്നത്. എന്തുകൊണ്ടാണ് ജൂൺ 21 തന്നെ ഇതിന് തെരഞ്ഞെടുത്തതെന്നുള്ളത്, ഉത്തരാർദ്ധ ഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ സമയമുള്ള ഒരു ദിവസമാണ് ജൂൺ 21. അതുകൊണ്ടാണ് ജൂൺ 21 എന്നുള്ള ദിവസത്തിന് യോഗ ഡേക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഭാരതം ലോകത്തിന് നൽകിയ ഒരു അമൂല്യമായ ജീവിതചര്യയാണ് യോഗ. നമുക്കറിയാം, നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ 6 ഭാരതീയ ദർശനങ്ങളാണ് ഉള്ളത്. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്നിങ്ങനെ 6 എണ്ണമാണുള്ളത്. ഇതിൽ ഒരു ദർശനമാണ് യോഗ എന്ന് പറയുന്നത്. ഇത് ചിട്ടപ്പെടുത്തിയത് പതഞ്ജലി മഹർഷിയാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയതെങ്കിലും ഇതിന്റെ ശരിക്കുള്ള ഗുരു ശിവനാണെന്നാണ് അതിന് ഒരു ഐതിഹ്യം. നമ്മളുടെ ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും ഒക്കെ യോഗയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഭഗവത്ഗീതയില് യോഗ കർമ്മസു കൗശല്യമെന്നും സമത്വം യോഗ ഉച്ചതയെന്നും 2 ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുവാൻ യോഗ നമ്മെ പ്രാപ്തമാക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ എന്തിനേയും ഏതിനേയും സമത്വത്തോടെ, അതായത് സമഭാവനയോടുകൂടി കാണാനും യോഗ നമ്മളെ പ്രാപ്തമാക്കുന്നുണ്ട്. ഈ യോഗ എന്നുള്ള വാക്ക് യുജ് എന്നുള്ളൊരു പദത്തിൽ നിന്നാണ് യോഗ എന്നുള്ളൊരു വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ജീവോർജത്തിന്റെയും പ്രപഞ്ചോർജത്തിന്റെയും കൂടിച്ചേരൽ എന്ന് കൂടി പറയാം. അപ്പൊ ഈ പതഞ്ജലി മഹർഷിയാണെന്ന് പറഞ്ഞ യോഗയുടെ ആ യോഗയെ ചിട്ടപ്പെടുത്തിയെടുത്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ ചിത്തവൃത്തി നിരോധ യോഗ എന്നാണ്. അതായത് നമ്മുടെ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ നിയന്ത്രിക്കുക. അപ്പൊ നമ്മളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിന് യോഗ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ആന്തരിക പ്രവർത്തനങ്ങളെ ചിട്ടയായ പദ്ധതികളിലൂടെ സമ്പൂർണ്ണ സുസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതാണ് യോഗ. അതിലൂടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സമചിത്തതയോടെ നേരിടുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും യോഗയ്ക്ക് കഴിയുന്നുണ്ട്. യോഗയ്ക്ക് പ്രധാനമായിട്ട് അഷ്ടാംഗങ്ങളാണ്, 8 ശാഖകളാണ് ഇതിൽ പറയുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി. യോഗയെ പറ്റി രഘുരാജ് ഡോക്ടർ നന്നായിട്ട് ഒരു ക്ലാസ് എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ പറയുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ആസനയിലേക്ക് പോകാനെന്നാണ്. യമത്തിൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇത്രയും കാര്യങ്ങളാണ് യമത്തിൽ പറയുന്നത്. നിയമത്തില് ശൗച്യം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നീ കാര്യങ്ങളാണ് നിയമത്തിൽ പറയുന്നത്. അതിനുശേഷമാണ് ആസനകൾ, നമ്മൾ കാണുന്ന യോഗാസനകളിലേക്ക് വരുന്നത് അതിനുശേഷമാണ്. യോഗാസനം എന്ന് പറഞ്ഞാല് സ്ഥിരം സുഖം ആസനം എന്നാണ് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് സ്ഥിരമായിട്ടും സുഖമായിട്ടും ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു പോസ്റ്റർ എന്നുള്ളതാണ് ആസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ വിഷയത്തിലെ പ്രാധാന്യം അനുസരിച്ച് ഹോമിയോപ്പതി എത്രത്തോളം യോഗയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വകുപ്പിൽ തന്നെ ഒരു പദ്ധതി യോഗയും കൂടെ ചേർത്തുകൊണ്ട് ആയുഷ്മാൻ ഭവ ക്ലിനിക്കിൽ നടക്കുന്നുണ്ട്. കാരണം നമ്മളുടെ മെഡിസിനോടൊപ്പം തന്നെ യോഗയും കൂടെ കൊടുക്കുമ്പോൾ വളരെയധികം മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ നമ്മൾ ഇതിൽ പറയുന്ന പല ആസനങ്ങൾ, എല്ലാ ആസനങ്ങളും തന്നെ ഏതെങ്കിലും നമ്മുടെ ബോഡിയിലെ ഒരു കേന്ദ്ര ബിന്ദു, നമുക്ക് കുറച്ച് ആധാരചക്രങ്ങളുണ്ട്, അതുപോലെ ഓരോ ആസനങ്ങളും അത് ചെയ്യുമ്പം അതിനെ കേന്ദ്രീകരിക്കുന്ന ഒരു നമ്മുടെ ബോഡിയിൽ ഒരു ബിന്ദു കാണും. ആ ഏതെങ്കിലും ഒരു പാർട്ട്, അത് മിക്കവാറും ഏതെങ്കിലും ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡുമായിട്ടായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബാക്കി എന്തൊക്കെ എക്സസൈസ് ചെയ്താലും നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കുള്ള ഒരു എക്സസൈസ് കിട്ടണമെങ്കിൽ അത് യോഗയിലൂടെയാണ് കിട്ടുക. അപ്പൊ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ ഉത്തേജിപ്പിക്കുകയും അതുവഴി നമ്മുടെ ഹോർമോണിന്റെ ഇംബാലൻസിനെ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ പല അസുഖങ്ങളും നമുക്ക്
മാറ്റിയെടുക്കാനായിട്ട് യോഗയിലൂടെ കൂടെ പറ്റുന്നത്. അപ്പൊ യോഗയുടെ ഒപ്പം തന്നെ നമ്മുടെ മെഡിസിനും കൂടെ കൊടുക്കുമ്പോൾ അതൊരു ഇരട്ടി ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ രഘുരാജ് പറയുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഇന്നത്തെ ഈ 2120ാമത്തെ വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സെക്ഷന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനൊരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് മനോജ് ഡോക്ടർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഡോക്ടർ. കാരണം വളരെ അവസരോചിതമായി തന്നെ ഡോക്ടർ സംസാരിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. നമ്മുടെ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞു. മാത്രമല്ല, സർക്കാരിൽ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആ ഒരു നല്ലൊരു ധാരണ ഉണ്ടാകുന്നത്, ഒരു ധാരണ പ്രത്യാഹാരം എന്ന് പറഞ്ഞൊരു ധാരണ ഉള്ളത് വളരെ നല്ലതാണ്. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്തായാലും അപ്പോൾ നമ്മുടെ ഹിമാലയത്തിലെ ഒരു യോഗിയാകാൻ ശ്രമിക്കുന്ന ഡോക്ടർ രഘുരാജനെ, അതായത് ഭഗവത്ഗീതയിൽ ചതുർവിധ ഭജന്തേ മാം ജനാസുഹൃത്തിനോ അർജുനോ ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി ജ്ഞാനീഞ്ച ഭരതാശ്രമം, 4 തരത്തിലുള്ള ആൾക്കാരെന്നെ അത് പറഞ്ഞു. അതിനകത്ത് ആർത്തന്മാർ, ജിജ്ഞാസുക്കൾ, അർത്ഥാർത്ഥികൾ, ജ്ഞാനികൾ, ഇങ്ങനെയുണ്ട്. ഒരു ജ്ഞാനി രഘുരാജ് ഡോക്ടർ ജിജ്ഞാസു എന്ന ഗണത്തിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഹിമാലയത്തിലൊക്കെ പോയിരുന്ന ആളാണ്. ഡോക്ടർ രഘുരാജനെ ആദരവ് ക്ഷണിക്കും. ഡോക്ടർ രഘുരാജൻ, പ്ലീസ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാധീതവസ്തു മാ വിദ്വിഷാവഹൈ. നമ്മൾ ഏതെങ്കിലും ഒരു യോഗയിൽ പ്രത്യേകിച്ചും നമ്മളത് തുടങ്ങുമ്പോൾ ഇൻവൊക്കേഷനോടുകൂടി തുടങ്ങുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു ഉപനിഷത്ത് സൂത്രത്തോടുകൂടി ഞാൻ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഉദ്ഘാടന പ്രസംഗം വളരെ അതിഗംഭീരമായി എന്ന് വേണം പറയാൻ. എന്താണെന്ന് വെച്ചാൽ, ഈ യോഗയുടെ കുറിച്ചുള്ള ഒരു ജിസ്റ്റ് മാഡം ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് എന്താണോ ഇത് യോഗ എന്നുള്ളത് അതിൻ്റെ ഒരു നട്ട്ഷെല്ലായിട്ട് തന്നെ മാഡം അത് അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പം ഇനി അതിനെ ഒന്ന് വിപുലീകരിക്കുക മാത്രം ചെയ്താൽ മതിയാവും എൻ്റെ ഭാഗത്തു നിന്നുള്ളത്. നമുക്കെന്തായാലും ഈ യോഗയ്ക്ക് അഷ്ടാംഗം ആണ് ഉള്ളത്. അതിൻ്റെ 8 ഭാഗങ്ങളായിട്ട് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ ഈ ഓരോ സ്റ്റേജിൽ നിന്നും യമം എന്നത് തുടങ്ങേണ്ട ഒരു യോഗ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തുടങ്ങുന്ന അഹിംസ, സത്യം, ആസ്തേയം, അങ്ങനെ ആ ഫസ്റ്റ് സ്റ്റേജിൽ ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നുള്ള അതാണ് യമം എന്ന് പറയുന്നത്. അഹിംസ എന്ന് പറയുന്ന ആ ഫസ്റ്റ് ഇതിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ അഹിംസ പ്രതിഷ്ഠായാം വൈരത്യാഗ. അഹിംസയിൽ നിഷ്ഠയുള്ള ഒരാളിൻ്റെ സാമീപ്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നാൽ നമ്മൾ വൈരം വെടിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നതാണ്. അത് ഒരു ഡെഫിനിഷനായിട്ട് പറയുന്നെങ്കിൽ പോലും അത് ജീവിത യാഥാർത്ഥ്യങ്ങളെ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം. അതായത് അഹിംസയിൽ സ്ഥിരപ്രതിഷ്ഠനായ ഒരു മനുഷ്യൻ്റെ സമീപത്ത് മൃഗങ്ങൾ പോലും, ക്രൂര മൃഗങ്ങൾ പോലും എന്താണ് അവർ സാത്വികമായ ആ ക്രൂരത വെടിഞ്ഞുള്ള ഇതിലേക്ക് എത്തുന്ന പലയിടത്തും പറയുന്നുണ്ട്. അഹിംസയുടെ ഭാരതീയ ദർശനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ നിലയിൽ നിൽക്കുന്ന ആളാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെയും അല്ലെങ്കിൽ വിനോബ ഭാവയുടെയും ഒക്കെ സമീപത്ത് ചെന്നിട്ടുള്ള പലരും ഈ തോക്കുധാരികളായിട്ടോ അല്ലെങ്കിൽ കൊള്ളക്കാരോ ഒക്കെ ആയിട്ടൊക്കെയുള്ള ആൾക്കാർ പോലും അവരുടെ സാമീപ്യത്തിൽ അവർ തങ്ങളുടെ വൈരം വെടിഞ്ഞ് സാത്വികരായ മനുഷ്യരായി മാറിയതായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ യോഗയുടെ ആ ഫസ്റ്റ് തുടക്കം, ഈ യമം എന്ന് പറയുന്ന അഹിംസ, സത്യം, ആസ്തയം എന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചെടുക്കുന്നതല്ല, അത് സാർവഭൗമം എന്നാണ് പറയുന്നത്. അത് നമ്മളിൽ
സ്വയാർജിതമായി തന്നെ നമ്മളിൽ നിക്ഷിപ്തമായിട്ട് തന്നെ ഉള്ളതാണ്. ദേശകാല സമയം ഒരു സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവരും സ്വയമേവ പാലിക്കപ്പെടുന്നതാണ് ഈ യമം എന്ന് പറയുന്ന ആ ഫസ്റ്റ് അംഗം തന്നെ. അഷ്ടാംഗത്തിലെ ആ ഫസ്റ്റ് അംഗം തന്നെ അത് ഒരു പ്രത്യേക ഇതായിട്ട് എടുക്കേണ്ട, എല്ലാവരും എല്ലാ സമയത്തും സമയ വ്യത്യാസം പോലും ഇല്ലാതെ എല്ലാവരിലും പാലിക്കപ്പെടുന്ന ഒന്നാണ് ഈ ഫസ്റ്റ് അംഗം എന്ന് പറയുന്നത്. രണ്ടാമത്തത് നിയമം, അത് ശൗചം, സന്തോഷം തുടങ്ങിയിട്ടുള്ള 5 കാര്യങ്ങളാണ്. തപം, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നുള്ള 5 ഇതാണ് ഈ അടുത്ത സ്റ്റേജ് നിയമത്തിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജിലൂടെയാണ് യോഗയുടെ അടുത്തടുത്ത ലെവലിലേക്ക് എത്തുന്നത്. ഈ ഓരോ സ്റ്റേജിലെയും ഉള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു മനുഷ്യനെ നമ്മളുടെ ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾ പറയുന്ന ഹയർ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് എന്താണ്, അത് ഹനുമാന്റെ ഹയർ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത് യോഗയിലൂടെയാണ്. യോഗ ഏത് ലെവലിലൂടെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാലും അവസാനം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ആ കോസ്മിക് എനർജിയുടെ ഒരു ആത്മസ്വരൂപം എന്ന് പറയുന്ന വൈറ്റൽ ഫോഴ്സ് എന്ന് നമ്മളുടെ ഇതായിട്ട് പറയുന്ന അത് തന്നെയാണത്. അതിനെ നമുക്ക് ഉയർത്തി കോസ്മിക് എനർജിയുമായിട്ട് യുണൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് നമ്മുടെ ഹയർ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാകുന്നില്ല. ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ഈ ഹോമിയോപ്പതിയിലായാലും യോഗയിലായാലും അതിലെ ആചാര്യന്മാരെ എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം അവർ തന്നിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും നമ്മൾ രണ്ടാമത് ഒരു റീചെക്ക് ചെയ്യേണ്ടാത്ത വിധം, അതിനെ ശ്രുതി എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ അത് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ ഹോമിയോപ്പതിയിൽ നമ്മൾ ഓർഗനോണ്ട് ഓരോരുത്തരും അഫോറിസം എന്ന് പറയുന്നത് ഓരോ സൂത്രങ്ങൾ എന്ന് യോഗയിൽ പറയാവുന്ന പതഞ്ജലിയുടെ ആ ബേസിക് ടെക്സ്റ്റിന് പതഞ്ജല യോഗ സൂത്രം എന്നാണ് പറയുന്നത്. അതിലെ ഓരോ പോയിന്റ്സുകളെയും സൂത്രങ്ങളായി അഫോറിസംസ് ആയി തന്നെയാണ്. അതാണ് ആ ഒരു നമ്മുടെ ഹോമിയോപ്പതിയും യോഗയുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയാവുന്നത്. അതായത് ഇത് രണ്ടും പാരലായി തന്നെ പോകുന്നു, രണ്ടും ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ്. അത് ആ ഉന്നതമായ ലെവലിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് രണ്ടിൻ്റെയും ലക്ഷ്യം. പിന്നെ ഞാൻ ഇതിലേക്ക് പോയി ചേരുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, നമുക്ക് വളരെ ഈസിയായി മറ്റ് ഒരു എക്സ്റ്റേണൽ ഓബ്ജക്ട്സിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ നമ്മൾക്ക് ഒരു ഉന്നതമായ ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ ഇതിനകത്തുണ്ട്. ഈ താഴെ മുതലുള്ള ഓരോ അഷ്ടാംഗങ്ങളിലെ ഓരോ ഇതിലൂടെയും ഓരോ മനുഷ്യനും ആ ലെവലിലേക്ക് എത്താൻ കഴിയും. എങ്ങനെ? അതായത് നമ്മൾ ഈ ബോഡി ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പല സ്റ്റേജസ് ആയിട്ട് യോഗയിൽ പറഞ്ഞിട്ടുള്ള യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി. ഈ സമാധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിലരെങ്കിലും വിശ്വസിക്കുന്നത് എന്താണ്, ഒരു മരണം എന്നുള്ളത് അല്ല. അതായത് ഈ ധാരണ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, ധ്യാനം എന്ന് പറഞ്ഞാൽ ഈ കോൺസെൻട്രേഷനെ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഒരു ഡീപ്പായിട്ടുള്ള ലെവലിലേക്ക്, അതിന് ഞാൻ ആ സ്ലൈഡ് ഒന്ന് എടുക്കാം. അപ്പോൾ അതിൽ ഉള്ള ഇതെന്ന് പറയുന്നത്, ഈ ധാരണ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഒരു 12 സെക്കൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ
മെഡിറ്റേഷന് ഈ 12 സെക്കൻഡ്സ് ഇൻറ്റു 12, അതായത് 12 ടൈം 12 സെക്കൻഡ്, ഏതാണ്ട് 3 മിനിറ്റിന് മുകളിലേക്ക് വരും. അത്രയും സമയം ഒരു വസ്തുവിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതാണ് ഒരു ധ്യാനം എന്ന് പറയുന്നത്. അതിനെ തന്നെ ഒരു ധ്യാനത്തിന് 12 ടൈം, ഇതൊക്കെ എന്താണ് നമ്മുടെ ആയിട്ടുള്ള റിലേഷൻ എന്നുള്ളത് ഞാൻ വ്യക്തമാക്കാം. ഒരു സമാധി എന്ന് പറയുമ്പോൾ ആ 12 ടൈം 3 മിനിറ്റ് 12 സെക്കൻഡ് ഇൻറ്റു 12 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 5 hours ഒരേ വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് നിൽക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താൻ കഴിയും. അങ്ങനെ നിർത്താൻ വളരെയധികം ശ്രമിക്കുന്നവർക്ക് ആ ലെവലിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ എത്താൻ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ നാഭിയിൽ ഓരോ കോൺസെൻട്രേഷൻ ലെവൽ ഒരു പോയിന്റിലേക്ക് എത്തിച്ചിട്ട് അവിടെ വന്നാൽ ഓരോ മനുഷ്യനും ഓരോ പവറുകളാണ് ലഭിക്കുന്നത്. ഇപ്പൊ നാഭി പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെയും മറ്റുള്ളവരുടെയും ഫിസിക്കൽ ബോഡിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അയാൾക്ക് കാണാൻ കഴിയുന്നതാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് എങ്ങനെ കാണാൻ കഴിയുന്നോ അതുപോലെ തന്നെ, അതായത് ഒരു സ്കാൻ ചെയ്യുന്നതിനേക്കാൾ വളരെ വ്യക്തമായി നമ്മൾക്ക് അങ്ങനെ കാണാൻ കഴിയും എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ തിയററ്റിക്കലായിട്ടുള്ള കാര്യം പറയുവാണ്. ആക്ച്വലി പക്ഷേ അത്തരം പോയിന്റിലേക്ക് എത്താൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്ന് വെച്ചാൽ എൻ്റെ പല അനുഭവങ്ങൾ ഞാൻ വളരെ താഴത്തെ ലെവലിൽ നിന്നാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ പോലും എനിക്ക് ഉള്ള അനുഭവങ്ങൾ തന്നെ അതിൻ്റെ ചില പോയിന്റ്സ്, ഈ ക്ലയർവോയൻസ് അങ്ങനെയൊക്കെയുള്ള ചില പർട്ടിക്കുലർ പവറുകളൊക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്നല്ലേ, അതുമാതിരിയുള്ള ചില ചെറിയ ചെറിയ തുണ്ടുകൾ ഒക്കെ ഈ എൻ്റെ ഷോർട്ട് ടൈം, അതായത് ആക്ച്വലി ഞാൻ ഈ പിന്നെ യോഗയുടെ ഒരു നല്ല പോയിന്റിലേക്ക് കടക്കുന്നത് റിട്ടയർമെന്റിന് ശേഷമാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പോയപ്പോൾ തന്നെ ഇതിൽ നിന്നും നമുക്ക് കുറച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ശാസ്ത്രകാരന്മാർ, നമുക്ക് മുമ്പിലുണ്ടായിരുന്ന ഹോമിയോപ്പതിക് ശാസ്ത്രകാരന്മാർ പറഞ്ഞിട്ടുള്ള അതുപോലെ ഇതിനകത്ത് യോഗയിലും പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റുകൾ ഫോളോ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ അത്തരം റിസൾട്ട്. യോഗ ഈസ് പ്രാക്ടിക്കൽ സയൻസ്. അത് ആക്ച്വലായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുള്ള എൻ്റെ സ്വന്തമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതാണ്. അപ്പോൾ അതിലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് പ്രായോഗികമായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതായത് ഒരു പ്രാണായാമത്തിൻ്റെ ഒരു പോയിന്റ്, പ്രാണായാമം പിന്നെ നമുക്ക് ഒരു സൈഡിൽ കിടന്നാൽ ചിലർക്ക് ഈ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് നമ്പിനെസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുന്ന ഒരാളിന്, ഒരു പേഷ്യൻ്റ് എന്ന് പറയാം, കംപ്ലൈൻസ് ഉള്ള ഒരാൾ പേഷ്യൻ്റ് ആണല്ലോ, ഈ അങ്ങനെയുള്ള ഒരാൾക്ക് 10 ടൈംസ്, ഇതെൻ്റെ ഒരു സ്വന്തം അനുഭവമാണ്, 10 ടൈംസ് നമ്മുടെ മെഡിസിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ മെഡിസിൻ ഇല്ലാതെ പോലും 10 ടൈംസ് ഡീപ്പ് ബ്രീത്ത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10ാമത്തെ ഡീപ്പ് ബ്രെത്ത് എടുക്കുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ ഈ നമ്പ്നെസ് കംപ്ലീറ്റ് മാറിയിരിക്കും. ഞാനത് സ്വയം ചെയ്ത് എനിക്കങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ടായിരുന്നതാണ്. അത് ഞാൻ സ്വയം പരിശീലിച്ച ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഈ നമ്പ്നെസ് എന്ന് പറയുന്നത്, അതായത് ബ്ലഡ് സർക്കുലേഷൻ, പ്രാണൻ, വൈറ്റൽ ഫോഴ്സ് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും പെട്ടെന്ന് എത്തിക്കുന്ന മെഡിസിൻ പവർ പോലെ തന്നെയാണ് ഈ വൈറ്റൽ ഫോഴ്സിൻ്റെ പ്രാണിക് പവറിനെ പ്രാണായാമത്തിലൂടെ നമ്മുടെ ബോഡിയിലെ സകല ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ കഴിയുന്ന പെട്ടെന്നുള്ള ഒരു ഇതാണ് ഈ ഞാൻ പറഞ്ഞ പ്രാണായാമത്തിന് തുല്യമായ ഈ ഡീപ്പ് ബ്രീത്തിങ്. നമുക്ക്
നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. അപ്പം ഇൻസ്റ്റന്റ് കോഫി എന്ന് പറയുന്ന നമുക്ക് ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് ലഭിക്കുന്നതിനുള്ള ഒരു യോഗയിലെ പ്രാണായാമത്തിലുള്ള ഒരു ബ്രീത്തിങ് മെത്തേഡാണ് ഭ്രാമരി എന്ന് പറയുന്നത്. അത് എല്ലാവരും ഒരു പക്ഷേ ഇപ്പം നമ്മൾ ഭ്രാമരി ചെയ്താൽ തന്നെ നമ്മൾ എനർജറ്റിക് ആവും, ഉറക്കമൊക്കെ മാറിപ്പോവും. ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം നമ്മൾ കഴിയുന്നവർ ഇത് പരിചയമുള്ളവർ കൂടെ ചെയ്യുക. ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാകുന്നതും അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റിസർച്ച് പേപ്പർ കൂടെ ഞാൻ കണ്ടതാണ്. അതായത് നമ്മുടെ ഈ സൈനസ് റീജിയൻസിലുള്ള നൈട്രിക് ഓക്സൈഡ് അത് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു എന്നാണ് ആ പേപ്പറിനകത്ത് കണ്ടത്. അതാണ് നമുക്ക് ഈ ഹാപ്പിനെസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നെന്നുള്ളത്. അതായത് അത് ചെയ്യേണ്ടത് ഈ നമ്മുടെ 5 വിരലിലെ തള്ളവിരൽ, ഇനിയിപ്പോൾ എനിക്ക് കാണത്തില്ല, തള്ളവിരൽ കൊണ്ട് ചെവി രണ്ടും അടയ്ക്കുക, ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണടയ്ക്കുക, കണ്ണടച്ച് പിടിക്കുക, മൂക്ക് പെരുവിരൽ മൂക്കിൻ്റെ മുകളിൽ വയ്ക്കുക. അതായത് ഇത് സെൻട്രൽ വരുമ്പോൾ ഫേഷ്യൽ നെർവിനെ കൂടി ക്രേനിയൽ നെർവ്സിൻ്റെ പല നെർവ്സിനെയും ഇത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ അപ്പം ഈ ട്രൈജമിനൽ നെർവ് കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. ചെവി അടച്ചു പിടിക്കുമ്പോൾ തള്ളവിരൽ കൊണ്ട് ചെവി അടച്ചു പിടിക്കുന്നു, ഈ കണ്ണ് മൂക്കിൻ്റെ മുകളിൽ വെക്കുന്നു, ചുണ്ടിൻ്റെ മുകളിൽ വെക്കുന്നു, താഴെ ചുണ്ടിൻ്റെ മുകളിൽ വെക്കുന്നു. എന്നിട്ട് 5 സെക്കൻഡ്സ് ഞാൻ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നു. ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് ഈ അതിൽ 5 സെക്കൻഡ് ഉള്ളിൽ നിർത്തുന്നതാണ് ആദ്യം ചെയ്യുന്നവർ സാധാരണ അത് പ്രോത്സാഹിപ്പിക്കാറില്ല. അത് പരിചയപ്പെട്ടതിന് ശേഷം വേണം ചെയ്യാമെന്നാണ്. ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും അറിയുന്നവർ മാത്രം ചെയ്യാന്ന് പറഞ്ഞത്. ഇത് ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് അത് നമുക്കെല്ലാം പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഞാനൊന്ന് അതിനെ ഒന്ന് കാണിക്കാം. വേണോ ഡോക്ടറെ, മനോ ഡോക്ടറെ? തുടങ്ങിക്കോ, കാണാം. ഓക്കെ. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫേസിലും കണ്ണ് ചെവി അടച്ചു പിടിച്ചിട്ട് 5 സെക്കൻഡ്സ് ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നു. 5 സെക്കൻഡ് എടുത്തിട്ട് 5 സെക്കൻഡ് ഞാൻ ഉള്ളിൽ പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് അടുത്ത 5 സെക്കൻഡ് പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ 5 സെക്കൻഡ്സ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, 5 സെക്കൻഡ്സ് ഞാൻ ഉള്ളിൽ നിർത്തുന്നു, 5 സെക്കൻഡ്സ് പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ ഒരു 5 ടൈംസ് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെല്ലാം വിഷാദ രോഗം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അതിലെ ഭഗവത്ഗീതയിലെ ഒരു ചാപ്റ്റർ അതിൻ്റെ ആദ്യ ഇത് തുടങ്ങുന്നത് തന്നെ അർജുന വിഷാദ യോഗം എന്നാണ് അതിന് പറയുന്നത്. വിഷാദത്തെ, അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും താണ അവസ്ഥ, അവൻ്റെ ആ ഫ്രീക്വൻസി ലെവലെല്ലാം തീർന്ന് മരിക്കുന്ന ലെവലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് വിഷാദത്തിൻ്റെ. പിന്നെ മരണം തന്നെ പോകുന്നത്, മരണത്തിലേക്കാണ് ഒരു വിഷാദ രോഗി പോകാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഒരാളെ ഒരു യോഗാവസ്ഥയിലേക്ക് പൊക്കിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. ആ പല മെത്തേഡിലൂടെ അയാളെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നാണ് അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ഇപ്പൊ കർമ്മസ് കൗശലായി. ഓക്കെ താങ്ക് യു. അപ്പൊ യോഗയുടെ ഡെഫിനിഷൻസിൽ മാഡം പ്രിയദർശിനി മാഡം അത് പറഞ്ഞു കഴിഞ്ഞു. യോഗ ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത് പതഞ്ജലിയുടെ ഒരു ഡെഫിനിഷൻ. ധാരാളം ഡെഫിനിഷൻസ് വന്നിട്ടുണ്ട്. അതായത് അറിവുള്ള മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ മുൻപേ ഉള്ള ഡെഫിനിഷൻസ് ആണ്. അവരുടെ അനുഭവജ്ഞാനത്തിലൂടെ ഓരോ ഡെഫിനിഷൻസ്. യോഗ കർമ്മസ് കൗശലം ശ്രീകൃഷ്ണന്റെ ഭഗവത്ഗീതയിലെ ഡെഫിനിഷനാണ്.
ദർശനമാലയിലെ ഡെഫിനിഷൻ നാമരൂപം ഇതം സർവം ബ്രഹ്മൈവേദി വിലീയതേ യത് ബ്രഹ്മണി മനോനിത്യം സ യോഗ ഇതി നിശ്ചിത. അതായത് ഈ നാമരൂപമായിട്ട് ലോകത്തിൽ കാണുന്ന സകലതും ഒരു പരമാത്മ ചൈതന്യം തന്നെയാണ്. അങ്ങനെ അതിൽ നിമഞ്ജനം ചെയ്ത് നിൽക്കുന്നതാണ് യോഗ എന്ന് നിശ്ചയമാണ് എന്നാണ് ഒരു ഡെഫിനിഷൻ. അത് ഇതിന് യോഗയുടെ ആദ്യത്തെ 8 അംഗങ്ങളിലെ ആദ്യത്തെ 5 അംഗങ്ങളെ ബഹിരംഗങ്ങൾ അല്ലെങ്കിൽ ബഹിരംഗ സാധന എന്നാണ് പറയുന്നത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം, അത്രയും 5 എണ്ണത്തിനെ ബഹിരംഗ സാധന എന്ന് പറയുന്നു. അതായത് അത് നമ്മളെ പ്യൂരിഫൈ ചെയ്യപ്പെടുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഇതാണ്. കോൺസെൻട്രേഷൻ, ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്നത് അന്തരംഗ സാധന എന്നാണ് പറയപ്പെടുന്നത്. ഈ അന്തരംഗ സാധന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരണ, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ തന്നെ 12 സെക്കൻഡ്സ് നിലനിർത്താൻ കഴിഞ്ഞാൽ അത് ധാരണ, കോൺസെൻട്രേഷൻ എന്നാണ്. ഇതിനെ അതിൻ്റെ 12 മൾട്ടിപ്ലിക്കേഷൻ മെഡിറ്റേഷൻ, അതിൻ്റെയും 12 മൾട്ടിപ്ലിക്കേഷൻ, ഏതാണ്ട് മോർ ദാൻ 5 hours ഒരാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പോയിന്റിൽ ഇരിക്കുന്നതാണ് സമാധി എന്ന് ഞാൻ പറഞ്ഞു. ഈ 3, അതായത് കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ, സമാധി, ഇത് 3ഉം ഒന്നിച്ച് ഒരു പോയിന്റിലേക്ക് വരുന്നതിനെയാണ് സംയമ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ യോഗയുടെ ജിസ്റ്റ്, അതിൻ്റെ ഫണ്ടമെന്റൽ യഥാർത്ഥ യോഗ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പലപ്പോഴും ഈ ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾ വിട്ട് പലരും ഈ പല മെഡിസിൻസ് ഒന്നിച്ച്, തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽഡോണ, ബ്രയോണിയ, ജൽസീമിയം, മാക്ഫോസ് എല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റ മെഡിസിന് ഒന്നിച്ചാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഫോളോ ചെയ്യാറില്ല, പക്ഷേ അതിൽ റിസൾട്ട് കിട്ടിയ ചില ആൾക്കാരെയും കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇതിൽ തന്നെ നമ്മൾ കൈയും കാലും പൊക്കുന്നതാണ് യോഗ എന്ന് ഒരു നോർമലായിട്ടുള്ള ഒരു ബുദ്ധി ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൈയും കാലും കാണിക്കുന്ന അത് മാത്രമല്ല, ആക്ച്വൽ യോഗ എന്ന് പറയുന്നത്, ഒരു റിയൽ ആയിട്ടുള്ള യോഗ എന്ന് പറയുന്നത് ഇതിലാണ് ഇരിക്കുന്നത് എന്നാണ് പതഞ്ജലി മഹർഷി തന്നെ പറഞ്ഞത്. ആ സംയമം കൊണ്ട് എന്തുണ്ടാകും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ, സമാധി എന്ന് പറയുന്ന ഒരു പ്രോസസ് നിശ്ചിതമായ ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് സൂര്യനെ കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിലെ നമ്മളുടെ കണ്ണിൻ്റെ ഇതാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ അപ്രത്യക്ഷനാവാൻ കഴിയും. അതായത് കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് കളറ്, രൂപം, ഈ 2 സാധനങ്ങളെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ മാറ്റാൻ കഴിയും. ഇല്ല എന്ന് മറ്റൊരാൾക്ക് കാണാൻ ഇല്ലാത്ത രൂപത്തിലേക്ക് ആക്കാൻ കഴിയും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് പ്രായോഗികമായിട്ട് എത്ര വരുമെന്നുള്ളത് ആക്ച്വൽ ആയിരിക്കാം. അങ്ങനെയുള്ള ഈ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറയുന്ന ടെക്സ്റ്റിലായ അതിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണിച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് പ്രയോജനം ഇതിൽ എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് എനിക്ക് അത് കാണാൻ കഴിഞ്ഞത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ, നമ്മളുടെ ഈ കുണ്ടലിനി ചക്രത്തിലെ മണിപൂര ചക്രം, അതായത് നമ്മുടെ നാഭി പ്രദേശത്തിലേക്ക് ഇങ്ങനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ, നമ്മുടെ ബോഡി നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. മറ്റ് ഒരാളിൻ്റെ ബോഡിയുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് നമുക്ക്
സ്ട്രൈറ്റ് ആയിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അതായിക്കൂടാ? വേറൊരാൾക്കാകുമെങ്കിൽ, ഒരു മനുഷ്യനാകുമെങ്കിൽ നമ്മൾ ആര് വിചാരിച്ചാലും ആവും. അപ്പൊ വേണമെങ്കിൽ വി ക്യാൻ ആൾസോ ട്രൈ. നമുക്ക് അത് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു എന്താണ്, മറ്റൊരാൾക്ക് ആകുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഏത് വേണമോ അത് നമ്മൾ എടുക്കുക. അത് ഈ യോഗയുടെ അഷ്ടാംഗത്തിലെ ഏത് അംഗത്തിനെ എടുത്തു പോയാലും, അതായത് യമ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജില് അഹിംസ എന്ന് പറയുന്ന ഒറ്റ ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ പോയ ആളാണ് മഹാത്മാവായ മഹാത്മാഗാന്ധി. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചാൽ എത്ര എന്താണ് മോശമായിട്ടൊക്കെ ഉള്ള ലൈഫ് പോലും അദ്ദേഹം പോയിട്ടുണ്ടെന്നുള്ളത് അതിനകത്ത് സത്യസന്ധമായി തന്നെ പറയുന്നുണ്ട്. അത് അങ്ങനെ യോഗാവസ്ഥ ഏതൊരു മനുഷ്യനും നമ്മൾ ആര് വിചാരിച്ചാലും സാധിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ടെക്സ്റ്റുകളിൽ പറയപ്പെടുന്നത്. അത് എന്താ പറയുക, അത് നമുക്ക് ഫോളോ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത് എത്രത്തോളം സത്യമാണോ? ഇപ്പോൾ നമ്മുടെ ഒക്കെ തന്നെ ക്ലാസ്സിൽ വന്നിട്ടുള്ള വെങ്കിട്ടരാമൻ അല്ലേ, അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നെർ റെപ്പർട്ടറിയുടെ അതിനകത്ത് ഓരോ മെഡിസിൻ്റെയും ഈ വാല്യൂ കൊടുത്തിരിക്കുന്നത് പ്രൂവൺ മെഡിസിൻ ആണ് എല്ലാം. അതിനെ റീപ്രൂവ് ചെയ്തതിനെയാണ് ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. റീപ്രൂവ്ഡ് ആയിട്ടുള്ളതിനെ പോലും പേഷ്യൻസിൽ അത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പോയിന്റ് അടുത്ത സെക്കൻഡ് പോയിന്റിലേക്ക് എത്തുന്നു. അതിനെ പലരിൽ റീപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴാണ്, ആ ക്ലിനിക്കലായിട്ട് വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് അതിന് അടുത്ത ഒരു ഡിഗ്രി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ 5 പോയിന്റ്സ് വരെ കൊടുക്കാൻ കഴിയുന്നു എന്ന് അത് 7 ഡോക്ടർമാര് ഒരു തലമുറ കംപ്ലീറ്റ് ഹെറിങ്ങിന് തുടങ്ങിയ ഡോക്ടർമാർ അത്രയും ചെയ്തിട്ടാണ് അത് ആ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അത് ചെയ്തതും. അത് റെപ്പർട്ടറി ആക്കാൻ തന്നെ അടുത്ത തലമുറയിലേക്കാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അന്ന് കമ്പ്യൂട്ടർ യുഗം അല്ലാഞ്ഞതുകൊണ്ട് അവർക്കത് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ എത്രമാത്രം വിശ്വസിക്കാമോ അതേപോലെ തന്നെ യോഗയിലെയും ഇത്തരം അതിൽ പറയുന്ന കാര്യം അവിശ്വസനീയമായി എന്നൊക്കെ തോന്നാം ഈ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ. ഇപ്പൊ അതായത് ഇപ്പൊ പറഞ്ഞ ഈ സംയമ എന്ന് പറയുന്ന ആ കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ, സമാധി, ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് നിർത്തി അത് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രകാശവേഗത്തിൽ നമ്മുടെ മനസ്സിന് റിയലായിട്ട് പോകാൻ കഴിയുന്നതാണ്. അതായത് ഏത് പ്രകാശത്തിന് ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കാവുന്ന എത്രയോ കറക്റ്റാ ഓർക്കത്തില്ല, എന്നാലും അത്രയും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കുള്ള ദൂരമാണല്ലോ. അപ്പൊ അത് റിയലായിട്ട് പോയി വരാൻ തന്നെ കഴിയും എന്നാണ് അതിലൊക്കെ പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ അങ്ങനെ ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഇതിലേക്കൊന്നും നമ്മൾ പോയില്ലെങ്കിൽ പോലും നമുക്ക് സമാന്തരമായി തന്നെ പോകുന്നതും നമുക്ക് പ്രയോജനമായി നമുക്ക് എടുക്കാൻ കഴിയുന്നതുമായ വളരെ വളരെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ആസനങ്ങൾ എന്ന് പറയുന്ന അത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ കൂടെ നമുക്ക് അത് അറിഞ്ഞതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിതൊന്ന് എംഫസൈസ് ചെയ്ത് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സംയമയുടെ എന്ന് വെച്ചാൽ നല്ലൊരു വിഭാഗം ആൾക്കാർ സമാധി എന്ന് പറഞ്ഞാൽ, ഞാൻ പോലും നേരത്തെ സമാധി എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. കോൺസെൻട്രേഷന്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റേജ്, ആ ഒരു എക്സ്റ്റാറ്റിക് സ്റ്റേജ് തന്നെ ആയിരിക്കും. ഒരു സമാധി സ്റ്റേജിലെത്തുന്ന ഒരു സ്വാമിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. രാമകൃഷ്ണ മഠത്തിലെ ബ്രഹ്മാനന്ദ സ്വാമി. പുള്ളി കന്യാകുമാരി ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടെ പോയി ആ അമ്പലത്തിൽ കയറിയപ്പോൾ അവിടെ വെച്ച് സമാധിയായിപ്പോയി. സമാധിയാവുക എന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ ആ യഥാർത്ഥ രൂപം തന്നെ മുമ്പിൽ നിൽക്കുന്നതായി തനിക്ക് അനുഭവപ്പെട്ടു.
ആ കോൺസെൻട്രേഷൻ ലെവലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരാൾക്ക് ശരിക്കും ആ ഒരു സ്റ്റേജ് താൻ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് എന്താണ് നമ്മൾ പറയുന്ന ആ കോസ്മിക് എനർജിയെ ഒരു രൂപത്തിലാക്കി കാണിക്കുക. അതാണ് പറയുന്നത്. എല്ലാവരും ഒന്നേ ഉള്ളൂ എന്നല്ലേ പറയുന്നത് കോസ്മിക് എനർജി. അതിനെ ആ ഒറ്റ ഒരു ഇതിനെ താൻ ആരാധിക്കുന്ന ആ രൂപത്തിൽ കന്യാകുമാരി ദേവിയായി പ്രത്യക്ഷമായി തൻ്റെ മുമ്പിൽ കണ്ടു എന്നാണ് അദ്ദേഹം തൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പല മനുഷ്യരും സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊന്നും അങ്ങനെയൊന്നും എത്തിയില്ലെങ്കിൽ പോലും ഇതിന് നമുക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇപ്പം ഈ എന്താണ് പറയുന്നത്, ട്രിവാൻഡ്രത്തുള്ള പല എന്നെക്കാളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള നല്ല ഡോക്ടർമാരുടെയൊക്കെ അവരുടെ പ്രിസ്ക്രിപ്ഷൻ അവരുടെ പിന്നെ ഫാർമസി കയറി നോക്കുമ്പോൾ കാണുന്നത് അവരൊക്കെ ഒരുപാട്, ഞാനൊക്കെ വിചാരിച്ചിരുന്നു എല്ലാ മെഡിസിൻ ഒരു 10,000 മെഡിസിനൊക്കെ വെച്ചിരിക്കുന്നുള്ള, വളരെ ചുരുക്കം മെഡിസിൻ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന പല എന്താണ് നല്ല ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞ ഭീകരന്മാരായ ഡോക്ടർമാർ എന്നുവെച്ചാൽ അത്ര നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ആ ആൾക്കാർ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അതേ ഉള്ളൂ ഇതിനകത്തൂടെയും എന്ന്. ഹോമിയോപ്പതിയിലെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ തന്നെയുള്ള അവർക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്കും അതിൻ്റെ ചെറിയ ചെറിയ പോയിന്റ്സിലൂടെയൊക്കെ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയാം. ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അധികം ഡീപ്പായിട്ട് പോകണമെന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ ഓരോ കുറച്ച് ഡിഫറൻസ് ഉണ്ട് മെഡിക്കൽ ടേമും യോഗയിലെ മനസ്സുമായിട്ടുള്ള. മനസ്സെന്ന് പറയുന്ന ആ ഒറ്റ ഒരു ഇതിനെ തന്നെ അതിൻ്റെ മനസ്സിൻ്റെ ഒരു പവറാണ് യോഗയുടെ എല്ലാ ഇതും കാണിക്കുന്നത്. ഈ കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ ഇതെല്ലാം മനസ്സിലൂടെയാണ് സാധിക്കുന്നത്. അതിലൂടെ നമ്മുടെ ഉള്ളിൻ്റെ സെൽഫിലേക്ക് എത്തുന്ന. അപ്പം ഈ മനസ്സിൻ്റെ ഓരോ ലെവൽ അതിൻ്റെ ഒറ്റ ഒരു ഇതാണെങ്കിൽ പോലും അതിനെ 4ആയിട്ട് അതിൻ്റെ ഭാവം അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഇത് മാത്രം വെച്ചാണ് ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. ഇതിലൊക്കെ നമുക്ക് ഓരോന്ന് ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്യുന്നത് മനസ്സിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഓരോ സ്റ്റേജുകളിലും അതിൻ്റെ വിപരീത ഭാവം കൊടുക്കുക എന്നുള്ളതാണ്. ഭയം വരുമ്പോൾ ഭയം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ക്രോധം വരുമ്പോൾ സ്നേഹം കൊടുക്കാനുള്ള ആ ഒരു ഇതിലേക്ക് മാറ്റിയെടുക്കുക. ചിന്ത വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ക്രോധം വരുന്ന ഒരാളിനെ സ്നേഹത്തിലേക്കും ലോഭമുള്ള ഒരാളിനെ ജനറസ് ആയിട്ടുള്ള ഭാവത്തിലേക്ക് ചിന്തിച്ച് പോസിറ്റീവ് എനർജി കൊണ്ട് ഒരാൾ ഉയർന്നു പോകും. നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ രോഗിയായി മാറും. അപ്പോൾ അതാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് രോഗത്തിലേക്കാണ്. യോഗ ഫോക്കസ് ചെയ്യുന്നത് യോഗത്തിൽ ഹയർ സ്റ്റേജിലേക്കാണ്. നമ്മൾ രോഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ നേർ ലെവലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നെഗറ്റീവ് പോയിന്റ്സിനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ള അവിടെ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ള ഇതാണ് യോഗ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഡോക്ടറെ ഇനി നമുക്ക് അത് അല്ലെങ്കിൽ എന്തായാലും ഡോക്ടർ അഷ്ട യോഗങ്ങളെ കുറിച്ച് പറയേണ്ട അഷ്ടൈശ്വര്യ സിദ്ധിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. യമ നിയമം അല്ലെ, അണിമ ഗരിമ മഹിമ ലഹിമ വസിത്വം പ്രാഗാത്മ്യം ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല നമുക്കത് രാമായണത്തിന് ശരഭംഗന്റെ അതറിയാമല്ലോ. ശരിക്കും പറഞ്ഞാൽ കണ്ടുകണ്ടിരിക്കുക ദേഹം ദഹിപ്പിച്ചു എന്നാണ്, സ്വയം അഗ്നി ജലിപ്പിച്ച് അദ്ദേഹം ഭസ്മമായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ പല പല കഴിവുകൾ യോഗയിൽ ഉണ്ടാകാൻ കഴിയും. നമുക്ക് ചർച്ചയിലേക്ക് യോഗ ഹരിഹർ സാർ എന്ത് പറയുന്നു? സാർ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ സാറേ, നമുക്കൊരു 5 മിനിറ്റ് ചർച്ചയാകാം. അൺമ്യൂട്ട് ചെയ്യാം സാർ. ഡോക്ടറെ നമുക്ക് ചെയ്യാം. കൊള്ളാം. വളരെ രഘുരാജൻ സാറിന്റെ സാറേ എന്നെ അങ്ങനൊന്നും പറയരുത്. സാറിന്റെ ഡിസ്കോസ് ഞാൻ കേട്ടു.
നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ എനിക്ക് തോന്നുന്നു എന്റെ സ്റ്റുഡന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയദർശിനി ആലപ്പുഴക്കാരി. സാറേ സാറേ ഞാൻ സാറിന്റെ അടുത്ത് ഇന്റേൺഷിപ്പ് ചെയ്തതാ. വളരെ സന്തോഷം സാറിനെ കണ്ടത്. ഒത്തിരി കാലമായി. അത് എനിക്ക് ഇപ്പം പ്രിയദർശിനെ കണ്ടപ്പം വളരെ സന്തോഷം തോന്നി. എന്റെ ഒരു നല്ല സ്റ്റുഡന്റ് ആയിരുന്നു പ്രിയദർശിനി. ഞാനത് സാറ് പേര് പറഞ്ഞപ്പോ സാറ് തന്നെ ആണോന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ട ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ സാറ് തന്നെ. സന്തോഷം സാറേ. വളരെ വളരെ സന്തോഷം. ഇത്രയും എന്റെ ഒരു സ്റ്റുഡന്റ് ഇത്രയും വികാസം പ്രാപിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയദർശിനി അന്നുണ്ടായിരുന്ന കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആയിരുന്നു, ഒബീഡിയന്റ് സ്റ്റുഡന്റ് ആയിരുന്നു. പ്രിയദർശിനിയുടെ മാരേജിന് ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ അതെല്ലാം ഓർക്കുന്നു. അതുകൊണ്ട് ഇനിയും നല്ലത് വരട്ടെ. ഡെപ്യൂട്ടി ഡയറക്ടറായി എന്ന് കേൾക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഞാൻ യോഗയെ കുറിച്ച് പറയുമ്പം എനിക്ക് വ്യക്തമായ ചില ധാരണകളുണ്ട് യോഗയെ കുറിച്ച്. ഇപ്പൊ രഘുരാജൻ സാർ പറഞ്ഞ പോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ യോഗ നമ്മുടെ ദൈനംദിന ജീവിതത്തില് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് ഈ യോഗ. അത് എൻ്റെ ഒരു ഇതില് ഹാർമോണിയസ് എക്സിസ്റ്റൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി, അതാണ്. ഈ ഹോമിയോപ്പതിയായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഹാർമോണിയസ് എക്സിസ്റ്റൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി വരുമ്പോൾ അതില് വിഘാതമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മയാസംസ് അത് വിഘാതമായിട്ട് നിൽക്കുന്നതാണ്. എങ്ങനെ? ഫോർ ദി ഹയർ പർപ്പസ് ഓഫ് അവർ ലൈഫ്, റൈറ്റ്? ഹയർ പർപ്പസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ചില മയാസംസ് വിഘാതമായിട്ട് നിൽക്കും. ആ മയാസംസിനെ മാറ്റണമെന്നാണ് ഇപ്പൊ രഘുരാജൻ സാറ് പറഞ്ഞ കണക്ക് യമനിയമങ്ങൾ അങ്ങനെയാണ് അത് വരുന്നത്. അപ്പം ഒരു മെഡിസിനും ഇല്ലാതെ തന്നെ, മരുന്നും ഇല്ലാതെ തന്നെ ഈ യമനിയമങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലെ ഈ മയാസ്മാറ്റിക് ബ്ലോക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് അതൊരു അനദർ വേ ആണ്. അനദർ വേ ആണ് അത്. ഈ യമനിയമങ്ങളിൽ കൂടെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് സാത്വികാഹാരം കഴിക്കുവാണെങ്കിൽ ചില പ്രത്യേക രോഗങ്ങളിലെ മയാസംസ് മാറിക്കിട്ടും. അത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? അത് ഹോമിയോപ്പതിയിലൂടെ ഓവർകം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഈ യമനിയമങ്ങളും കൂടെ പാലിക്കുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ വണ്ടർഫുൾ ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് യമനിയമം എന്നൊന്നും പറയാതെ പേഷ്യൻസിനോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഡോക്ടറെ. നമ്മൾ ആ യമനിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിഷമിച്ചു പോകും. ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. അതാണ് അതിന്റെ ശരി. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏത് വ്യക്തിയായാലും, ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും, ഒരു ഡോക്ടർ ആണെങ്കിലും, ഒരു എഞ്ചിനീയർ ആണെങ്കിലും, ഏത് കാര്യത്തിൽ അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുവോ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ആ ആളിന് ഇൻഡ്യൂട്ടീവായിട്ട് അതിനകത്ത് ധാരാളം കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾ കേട്ട്, എനിക്ക് സമയം ആകുന്നു, എന്നാലും മനോജ് എപ്പോഴാ നിർത്തണം എന്ന് വെച്ചാൽ അപ്പൊ പറഞ്ഞേക്കണം. പറഞ്ഞോളൂ. ഞാന് ഓർക്കുന്നത് സലീം അലി എന്ന് പറയുന്ന ഒരു പക്ഷിശാസ്ത്രജ്ഞനെയാണ് ഓർക്കുന്നത്. ഈ സലീം അലി ഹിമാലയത്തിലെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അടുത്ത ഒരു 24 മണിക്കൂറിനകം ഇവിടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എല്ലാവരും ഗ്രാമവാസികളെല്ലാം വെക്കേറ്റ് ചെയ്യണം. അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ഗ്രാമവാസികൾ കംപ്ലീറ്റ് വെക്കേറ്റ് ചെയ്യുകയും ആ ഗ്രാമം രക്ഷപ്പെടുകയും ചെയ്യും. അതിനുശേഷം ഒരു പത്രക്കാരൻ ഈ സലീം അലിയുടെ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് എന്താന്ന് വെച്ചാൽ, അങ്ങ് ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അവിടുത്തെ പക്ഷികള് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുകയും അവിടുത്തെ പശുക്കള് പ്രത്യേക ഒരു കരച്ചിലുണ്ടാക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ലാൻഡ് സ്ലൈഡിങ് വരാൻ പോകുന്നത്. സലീം അലിക്ക് എങ്ങനെ മനസ്സിലായത്? അദ്ദേഹത്തിന്റെ
കോൺസെൻട്രേഷൻ ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ തൊഴിലില് സാറേ നമ്മൾ അത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും ആക്ച്വലി ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു സംയമമാണത്. അതെ അതെ, ഇത് വാസ്തവത്തിൽ ഈ പക്ഷിമൃഗാദികൾക്ക് എപ്പോഴുണ്ടായെന്ന് വെച്ചാൽ പരിണാമത്തില് ഒരു പ്രത്യേക ദശയിൽ എത്തിയ ജീവികൾക്ക് ഈ ഇൻഡ്യൂട്ടീവ് ഫാക്ടർ ഉണ്ടായിരുന്നു, ശരിക്കുണ്ട്. അതുകൊണ്ടാണ് അത് അവരുടെ എക്സിസ്റ്റൻസിന് അവർ പ്രയോജനപ്പെടുത്തും. മനുഷ്യന്റെ തലത്തിൽ വന്നപ്പോൾ അത് ബ്ലോക്ക് ചെയ്തു പോവുകയും നമുക്ക് ആ സ്ഥാനത്ത് ഇന്റലക്ട് ഉണ്ടാകുകയും ചെയ്യും. ഈ ഇന്റലക്ട് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കൂ, നിങ്ങളെ ഇന്റലക്റ്റിനെ നിരാകരിക്കൂ എന്ന് പറയും. അപ്പോൾ കോൺസെൻട്രേഷനിലൂടെയും യോഗയിലൂടെയും ഒക്കെ പരിശീലിച്ച ഒരാളിന് അയാളുടെ മനസ്സ് വ്യക്തമായിട്ടും ഒരു ദിശാബോധം ഉണ്ടാക്കി തരും. അതുകൊണ്ട് ഈ യോഗ സ്കൂളുകളിലൊക്കെ പാഠ്യപദ്ധതിയാക്കുകയും യോഗ ടീച്ചർമാരെ വെക്കുകയും അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ശമ്പളം കൊടുക്കുകയും എല്ലാ സ്കൂളിലും ഈ യോഗ അഭ്യസിപ്പിക്കുകയും ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ സാർ, വളരെ കാര്യമായിട്ട് പറയണ്ട. അപ്പൊ ഹനുമാൻ ഏതൊരു അപ്പോസിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഹയസ്റ്റ് പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് നോ യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. സ്വയം തിരിച്ചറിയുക എന്നുള്ള അദ്ദേഹം അത് ഗ്രീക്ക് ശൈലി എടുത്ത് പറയുന്നേ ഉള്ളൂ. ഈ ഓർഗനോൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല തരത്തിൽ വായിക്കുക. ഈ പറഞ്ഞ പോലെയാണ് ഈ കൈലാസത്തെ പല ഭാഗത്തും പലതായിട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉപനിഷത്ത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ശരീരത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്നുള്ളയോ, ഇതിൽ പറയുന്നുണ്ടല്ലോ, പ്രയാണകാലേ മനസാജലേന ഭക്ത്യാ യോഗജലേ ചൈവ പൂർവോർമധ്യേ പ്രാണം ആവേശ സദം പദം പുരുഷം വൈദ്യുതിവ്യം. ഭൂമധ്യത്തിൽ പ്രാണനെ ആവാഹിച്ചു കൊണ്ടിരുത്തി പ്രാണനെ പുറത്തേ കളയുന്നവരെ യോഗയ്ക്ക് പറ്റും. അനായാസേന മരണം വളരെ സംഭവിക്കും. അപ്പൊ ഇതെല്ലാം സാധ്യമാണ്. ഡോക്ടർ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ മെഡിസിനെ പൊട്ടൻസൈസ് ചെയ്യുമ്പോൾ മെഡിസിനൽ പവർ ഇല്ലാത്ത സൈലേഷൻ എന്നുള്ള സാധനത്തെ ഇനേർട്ടിനെ എങ്ങനെ പൊട്ടൻറ്റൈസ് ചെയ്ത് വളരെ പവർഫുൾ ആയിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു പൊട്ടൻറ്റൈസേഷൻ നടക്കുകയാണ് യോഗയിലൂടെ. അത് ആദ്യം ഫിസിക്കൽ ലെവലിലായിരിക്കും, ഓരോ കഴിഞ്ഞ് മെന്റൽ ലെവലിലായിരിക്കും. പക്ഷെ എല്ലാത്തിനും പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സമയമുണ്ട് ദാസൻ, നമ്മൾ ചിന്തിക്കേണ്ടി വരും. വളരെ ഭംഗിയായിട്ടുണ്ട് എന്തായാലും ഡോക്ടർ അവതരണവും. അതുപോലെ നമ്മുടെ ഹരിഹരൻ സാർ ഒരു ജ്ഞാനിയായാണെന്ന് മനസ്സിലായി. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഹോമിയോപ്പതി പഠിക്കാൻ യോഗം കിട്ടിയവർ അറിഞ്ഞോ അറിയാതെയോ അവരിലൊരു ആത്മചൈതന്യം ആവാഹിക്കുന്നവർ തന്നെയാണ്. പക്ഷെ പലരും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഗ്രാമർ പറയുമ്പോൾ നമുക്കെല്ലാം ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അലർജി തോന്നും. പക്ഷേ നമ്മളെല്ലാവരും ഗ്രാമർ ഉപയോഗിക്കുന്നുണ്ട്. ശങ്കരാചാര്യർ മണ്ഡലം മിശ്രൻ അന്വേഷിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ മണ്ഡലം മിശ്രൻ അവിടെ വീട് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ പറഞ്ഞാണ് അവിടെ ഈ പക്ഷികള് ഈ വേദാന്തം സംസാരിക്കുന്ന വീട്ടിലെത്തുമ്പോൾ അറിയാമെന്ന് പറയും. അപ്പം പക്ഷെ അത് കേട്ട് പഠിച്ചതാണ്. അപ്പം പക്ഷെ അവർക്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ കേട്ടവർക്ക് മനസ്സിലായി, നമ്മളെപ്പോഴവർക്കും മനസ്സിലാവുന്നില്ല. അതേ ഉള്ളൂ. വളരെ ഭംഗിയായിരുന്നാലും യോഗ ദിവസം നല്ല യോഗം തന്നെ ആയിരുന്നു. നമുക്ക് പരിപാടി അവസാനിക്കുന്ന സമയമാകുന്നു. മറിയാം ഡോക്ടറെ നന്ദി പറയാൻ ക്ഷണിക്കും. ഡോക്ടർ മറിയാം മേഡം പ്ലീസ്. നന്ദി മനോജ് ഡോക്ടറെ. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി ഇന്ന് നടത്തിയ അന്താരാഷ്ട്ര യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും പകൽ സമയം ഏറ്റവും കൂടുതലുള്ള ജൂൺ 21 2015 മുതൽ അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നതെന്നും യോഗയിലൂടെ ജീവാത്മാവും പരമാത്മാവുമായി കൂടിച്ചേരലാണ് നടക്കുന്നതെന്നും ചിന്തകളെ നിയന്ത്രിക്കുന്നതിന് യോഗ സഹായിക്കുമെന്നും ആന്തരിക അവയവങ്ങളുടെ ഉത്തേജനത്തിന്, പ്രത്യേകിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡിനെ ഉത്തേജിപ്പിക്കുന്നതിന് യോഗ സഹായിക്കുമെന്നും എല്ലാം നമുക്ക് പറഞ്ഞു തന്ന ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ VK പ്രിയദർശിനി മാഡത്തിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. യോഗ ഹോമിയോപ്പതി വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയും യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗങ്ങളെക്കുറിച്ചും ഭ്രമരി എന്ന പ്രാണായാമത്തിന് നമുക്ക് പരിചയപ്പെടുത്തുകയും ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിളും യോഗയുടെ പ്രിൻസിപ്പിളും ഒന്ന് തന്നെയാണെന്നും
അതുപോലെ തന്നെ സംയമ, ധാരണ, ധ്യാനം, സമാധി എന്നിവയുടെ ഒരുമിക്കലിലൂടെ സംയമ എന്ന ഒരവസ്ഥയിൽ എത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ നമുക്ക് വിവരിച്ചു തന്ന ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ വി രഘുരാജൻ ഡോക്ടർക്ക് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ഹോമിയോപ്പതി വകുപ്പ് മുൻ ചീഫ് മെഡിക്കൽ ഓഫീസറും IFPH മോഡറേറ്ററും കൂടിയായ ഷൈല ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഹരിഹരൻ ഡോക്ടർക്ക് ഹാർമോണിയസ് എക്സിസ്റ്റൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡിയെ തടയുന്ന മിയാസത്തിന് യമനിയമത്തിലൂടെ മരുന്നില്ലാതെ മാറിക്കിട്ടുമെന്ന് നമ്മളെ അറിയിച്ച ഹരിഹരൻ ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അന്താരാഷ്ട്ര യോഗദിന പ്രത്യേക പരിപാടിയുടെ മോഡറേറ്ററും ഹോമിയോപ്പതി വകുപ്പ് മുൻ ചീഫ് മെഡിക്കൽ ഓഫീസറും ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ടീച്ചിങ് ഫാക്കൽറ്റിയും കൂടിയായ GS മനോജ് ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPHയുടെ തടവില്ലാതെ നടത്തിവരുന്ന പ്രതിദിന സൂം വെബിനാറിന്റെ 2120 ദിവസമായ ഇന്നത്തെ യോഗ ദിന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും ആയിരം നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും സംയോഗ വിയോഗം യോഗ ആണ്. അപ്പൊ നമുക്ക് പരിപാടിയിൽ നിന്ന് ഇപ്പൊ വിയോഗിക്കാൻ സമയമായിരുന്നു. നാളെ ഇതേ സമയം വീണ്ടും ഡോക്ടർക്ക് പ്രത്യേകം നന്ദിയുണ്ട്. നാളെ ഇതേ സമയം വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ശുഭരാത്രി നേരുന്നു.